ഹായ് ഓൾ, വെൽക്കം ടു സൈറ ലേണിങ്സ്. സൈറ ലേണിങ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UGC നെറ്റ് ജനറൽ പേപ്പർ സിലബസ് അനുസരിച്ചുള്ള 4th യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന യൂണിറ്റിലെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമ്മളുടെ എല്ലാം ഡെയിലി ലൈഫിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നത്. എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിട്ടുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, ടൈപ്സ് എന്തൊക്കെയാണ്, കാറ്റഗറൈസേഷൻ എപ്രകാരമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ അതല്ലെങ്കിൽ 3-4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ നിന്ന് വെർബൽ കമ്മ്യൂണിക്കേഷന് ആപ്റ്റ് ആയത് സെലക്ട് ചെയ്യുക എന്നൊക്കെയുള്ള തരത്തിലാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ സാധാരണയായിട്ട് നെറ്റ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ ഇൻഡെപ്ത് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയ, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് എങ്കിലും ഇതിനെ തിയററ്റിക്കലായി മനസ്സിലാക്കി വെക്കുക, നെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിന്റെ രീതിയിൽ ഇവയെല്ലാം മനസ്സിലാക്കി വെക്കുക എന്നതാണ് ഈ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനെ ഇൻഡെപ്ത് ആയിട്ടൊന്ന് പരിചയപ്പെട്ടു നോക്കാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ ഒരു സുഹൃത്തിനോട്, നമ്മളുടെ ഒരു ഫ്രണ്ടിനോട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കേണ്ടതുണ്ട്. എത്ര പേർ ഒരു കോള് വിളിച്ചിട്ട് സംസാരിക്കാൻ റെഡിയാകും? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം. എത്ര പേർ ഒരു കോള് വിളിച്ചിട്ട് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കാൻ റെഡിയാകും? ഓർ നിങ്ങൾ ചെയ്യുന്ന ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് വാട്സപ്പിൽ കൂടി മെസ്സേജ് അയക്കുകയാണോ? ഇത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് തരുന്നതിന് വേണ്ടി ചോദിച്ചതാണ്. പലരും ഇന്നത്തെ കാലത്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഈസി ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ മറ്റൊരു രീതിയാണ് അല്ലെ വാട്സപ്പിൽ കൂടിയുള്ള മെസ്സേജ് അയക്കുന്നത് വഴിയൊക്കെ സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മളുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സിനെ തന്നെ വ്യത്യാസപ്പെടുന്ന രീതിയിൽ നമ്മൾ പല അപ്ഡേഷൻസും അഡാപ്റ്റ് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ വെർബൽ കമ്മ്യൂണിക്കേഷനെ പറ്റി ഇന്ന് പഠിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. Then first നമുക്ക് നോക്കാം, വാട്ട് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇറ്റ് ഈസ് ഹൗ വി സെൻഡ് ഇൻഫർമേഷൻ ഓർ എ മെസ്സേജ് ടു സംവൺ എൽസ് ത്രൂ ദി വേർഡ്സ് വി സ്പീക്ക് അലൗഡ്. എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് മറ്റൊരാളോട് കൺവേ ചെയ്യേണ്ട അല്ലെ പാസ് ചെയ്യേണ്ട ഇൻഫർമേഷനോ മെസ്സേജുകളോ നമ്മൾ ത്രൂ ദി വേർഡ്സ്, അതായത് എന്താണ് ത്രൂ ദി വേർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വാക്കുകളിൽ കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വി സ്പീക്ക് അലൗഡ് എന്നൊരു വേർഡ് കൂടി ഇവിടെ പറയുന്നുണ്ട് അല്ലെ. നമ്മൾ ഉറക്കെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുന്നതിനെയാണ് കോമൺലി വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതൊരു ഡെഫിനിഷൻ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രകാരമാണ്: ഇറ്റ് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ഐഡിയാസ് യൂസിങ് സ്പോക്കൺ വേർഡ്സ്. ഇവിടെ എല്ലാം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് എന്ത്? സ്പോക്കൺ വേർഡ്സ് എന്നുള്ളത് അല്ലെ. സ്പോക്കൺ വേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വേർഡ്സിൽ കൂടി നമ്മൾ നമ്മളുടെ ഐഡിയകൾ, നമ്മളുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങളെ എല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. It is a two-way process in which the speaker transmits information while the listener comprehends and interprets the message.
വെർബൽ കമ്മ്യൂണിക്കേഷൻ എല്ലായ്പ്പോഴും ഒരു ടു വേ പ്രോസസ്സാണ് അല്ലെ. ഒരു സെൻഡറും റിസീവറും ഉണ്ടായിരിക്കും, രണ്ടോ അതിലധികമോ ആളുകൾ ഉണ്ടായിരിക്കും. നമ്മൾ സ്പീക്കർ എന്ന് പറയുന്ന ആൾ സംസാരിക്കുകയും റിസീവർ അത് ഹിയർ ചെയ്ത് അല്ലെങ്കിൽ അത് കേട്ട് അതിലെ കോംപ്രഹെൻസീവ് ആയിട്ട് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൽ ഇന്റർപ്രറ്റ് ചെയ്താണ് പിന്നീട് സംസാരിക്കുക. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ്, ടു വേ പ്രോസസ്. സ്പീക്കർ ഉണ്ട്, റിസീവർ ഉണ്ട്. സ്പീക്കർ പറയുന്നതിൽ നിന്ന് റിസീവർ ഇന്റർപ്രറ്റ് ചെയ്യുകയോ കോംപ്രഹെൻസ് ചെയ്തിട്ട് റിപ്ലൈ തരികയോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈസി ആയി നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്ക് ലഭിക്കുമെന്ന്, അല്ലെ. വളരെ ഈസി ആയി വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഫീഡ്ബാക്ക് ലഭിക്കും എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് ലഭിക്കുന്നു, സ്പീക്കർ സംസാരിക്കുന്നു, റിസീവർ കേൾക്കുന്നു, സ്പോണ്ടേനിയസ് ഫീഡ്ബാക്ക് ലഭിക്കുന്നു. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു വരുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റിൽ പഠിക്കുന്ന എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാവുകയാണ്, അല്ലെ. അപ്പൊ ഈ എഫക്റ്റീവ്നെസ് എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? ഇൻക്ലൂഡിങ് ദി ചോയ്സ് ഓഫ് വേർഡ്സ്, ടോൺ ആൻഡ് ക്ലാരിറ്റി ഓഫ് സ്പീച്ച് എന്നുള്ളതാണ്, അല്ലെ. നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്, ഒരു വേർഡ്സിന് തന്നെ ഒരേ മീനിങ്ങിൽ തന്നെ പല വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള രണ്ടുപേർക്കും ഓക്കെ ആകുന്ന വേർഡ്സുകൾ യൂസ് ചെയ്യുകയും നമ്മൾ സംസാരിക്കുന്ന ടോൺ, അതോടൊപ്പം തന്നെ ക്ലാരിറ്റി, ആ ഒരു സ്പീച്ചിന്റെ ക്ലാരിറ്റി തുടങ്ങിയ കാര്യങ്ങളെ എല്ലാം അനുസരിച്ചാണ് വെർബൽ കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ്നെസ്സിനെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒരു സക്സസ് ആണ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെ എല്ലാം പാലിച്ചുകൊണ്ട് അത് എഫക്റ്റീവ് ആയിരിക്കണം, സ്പോണ്ടേനിയസ് ഫീഡ്ബാക്ക് ലഭിക്കണം, അതോടൊപ്പം തന്നെ ലിസണർ അല്ലെങ്കിൽ സ്പീക്കർ ഇവർക്ക് അത് കോംപ്രഹെൻസീവ് ചെയ്ത് ഉദ്ദേശിച്ച ഐഡിയകളെ അല്ലെങ്കിൽ ഇമോഷൻസിനെ അല്ലെങ്കിൽ ചിന്തകളെ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷനുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടേമാണ് കിസ് എന്നുള്ളത്. KISS, കിസ് എന്നുള്ളത്. അതിന്റെ മീനിങ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, അല്ലെ. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ എന്നുള്ളൊരു വേർഡ്, അത് ആ ഒരു ടേം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനുമായിട്ടാണ്. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ എന്നുള്ള ടേം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനുമായിട്ടാണ് എന്ന് ഓർക്കുക. വെർബൽ കമ്മ്യൂണിക്കേഷനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന ഡെഫിനിഷൻ 90%മായി ചേർത്ത് നിൽക്കുന്ന ഒന്നാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ സ്പോക്കൺ വേർഡ്സ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളത്, അല്ലെ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ് കോമൺലി ക്യാരി ഇൻ ദി ഫോം ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അതായത് sender means the person who is talking and the receiver the person listening or receiving the message. ഇവർ രണ്ടുപേരും കൂടി ചേരുന്നതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓറൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾസ് നമുക്കറിയാം ഏതൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടെലിഫോൺ കോൺവെർസേഷൻ, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ്, സ്പീച്ച്, വീഡിയോ കോൾ, TV, etc. The main idea is, or main point is, oral communication is associated with paralanguage. Paralanguage. What is meant by paralanguage? Paralanguage എന്ന് പറയുന്നത് oral communication is influenced by pitch, volume, speed and clarity of speaking. They all are termed as paralanguage. ഓറൽ കമ്മ്യൂണിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന
കണ്ടന്റുകളെയാണ് നമ്മൾ പാരാ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അവ ഏതൊക്കെയാണ്? പിച്ച്, വോളിയം, സ്പീഡ്, ക്ലാരിറ്റി മുതലായവയാണ്. വാട്ട് ഈസ് മീൻ ബൈ പിച്ച്? നമുക്കറിയാം അല്ലെ, പാട്ട് ഈ മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിലൊക്കെ പിച്ച് കറക്റ്റ് ആയില്ല എന്നൊക്കെ നമ്മളോടല്ല സോറി ജഡ്ജസ് പാടുന്ന കുട്ടികളോടൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, പിച്ച് എന്നുള്ളത്. Pitch is a degree of highness or lowness of tone which is depends on frequency of sound wave. It is an important device or element in teaching learning process. അപ്പോൾ പിച്ച് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ടോണിൽ ഉണ്ടാവുന്ന ഹൈനെസ് അല്ലെങ്കിൽ ലോനെസ് എന്നുള്ളതാണ്. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളുടെ ടോൺ കൂട്ടി പറയുകയും അതേപോലെ തന്നെ ചില കാര്യങ്ങൾ വളരെ താഴ്ത്തി പറയുകയും ചെയ്യേണ്ടതുണ്ട്. അവയാണ് കോമൺ ആയിട്ട് ഓറൽ കമ്മ്യൂണിക്കേഷൻ പാരാ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, പാരാ ലാംഗ്വേജിൽ പിച്ച് എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. Then volume. What is meant by volume? Volume depends on the number of people and proximity. It is measured in decimal unit. അപ്പം വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്? ഡിപ്പെൻസ് ഓൺ ദി നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് പ്രോക്സിമിറ്റി. അപ്പം എത്ര പേരിലേക്കാണ് ഇത് എത്തേണ്ടത്, നമ്മൾ സംസാരിക്കുന്നതിന്റെ പ്രോക്സിമിറ്റി ആണ് വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. While delivering the word, one should maintain the speed because the rhythmic voice makes sound more clear, so it's called speed. നമ്മളുടെ സംസാര ശൈലിയുടെ ഒരു ഋതം, ഒരു താളത്തിനെയാണ് സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പീഡ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പിലും മറ്റും വോയിസ് കോൾസ് അയക്കുന്ന സമയത്ത് നമുക്ക് 1x, 1.5x, 2x എന്നൊക്കെ പറയുന്ന സ്പീഡ് കൂട്ടി കേൾക്കാവുന്ന കാര്യങ്ങളുണ്ട് അല്ലെ. അതിന്റെ വ്യത്യാസം തന്നെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. Then clarity of speaking, proper pronunciation and smooth delivery of words make a message very effective. അപ്പം ക്ലാരിറ്റി, നമുക്കൊരു കാര്യത്തെ പറ്റി കൃത്യമായും തെളിവോട് കൂടിയും പറയാൻ സാധിക്കുമ്പോഴാണ് ഓറൽ കമ്മ്യൂണിക്കേഷന്റെ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഓറൽ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം അല്ലെ. ഓറൽ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ്സ് ബ്രിങ് ക്വിക്ക് ഫീഡ്ബാക്ക്. വളരെ പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് കിട്ടുന്നതിനെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ബ്രിങ്സ് ക്വിക്ക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നു. ആൻഡ് വോളണ്ടറി ആൻഡ് നാച്ചുറൽ സോ ദാറ്റ് ഈസി ഫോർ അതേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്. അതിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് എന്താ? വോളണ്ടറി ആയിട്ട് വരുന്നതും അതുപോലെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്ന ആൾക്ക് വളരെ ഈസിയായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീക്കർ ആൻഡ് ലിസണർ. കേൾക്കുന്ന ആളും സംസാരിക്കുന്ന ആളും തമ്മിലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഓൾസോ സപ്പോർട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സംസാരിക്കുമ്പം അതിനനുസരിച്ചൊരു ബോഡി ലാംഗ്വേജ് ചേഞ്ച് കൂടി നമുക്ക് സംഭവിക്കാറുണ്ട്. Then by reading facial expression and body language one can guess whether he should trust what is being said or not. അതായത് നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് ബോഡി ലാംഗ്വേജ് ഒക്കെ അനുസരിച്ച് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സ്പീക്കറോ ലിസണറോ ആയിക്കോട്ടെ നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഐഡിയ കൂടി മനസ്സിലാക്കാൻ ഈ പറയുന്നത് പോലെ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ കൂടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഓറൽ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത്. Then disadvantages എന്തൊക്കെയാണ് എന്ന് നോക്കാം. Delivered words are temporary. What is heard is often forgotten. നമ്മൾ സംസാരിക്കുന്ന കാര്യം പലപ്പോഴും താൽക്കാലികമാണ് അല്ലെ. നമുക്കത് മാറ്റി പറയാം, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞതിന് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുമ്പോൾ നമുക്ക് ആ കാര്യം പറയാതിരിക്കാം. അത്തരത്തിലുള്ള അതിനൊരു ടെമ്പററി സ്വഭാവം കെപ്റ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നു പോവാനൊക്കെ ഇടയാവാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് ഉള്ളത്. ഇനി നമ്മൾ ഫെമിലിയർ ആകുന്നത് ടൈപ്സ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് വേർ ആൻഡ് വിത്ത് ഹോം വി കമ്മ്യൂണിക്കേറ്റ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുള്ളത്.
നമ്മൾ എങ്ങനെ എവിടെ വെച്ച് ആരോടൊക്കെ സംസാരിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഇതനുസരിച്ച് 4 ടൈപ്പ് ആണുള്ളത്. ഒന്ന് ഇൻട്രാപേഴ്സണൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ, 2 ഇന്റർപേഴ്സണൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ, 3 ഗ്രൂപ്പ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, 4 മാസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നത്. ഇൻട്രാപേഴ്സണൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് അവർ ഇന്റേണൽ ഡയലോഗ്. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് ഇൻട്രാപേഴ്സണൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വരുന്നത്. നമ്മൾ എല്ലാവരും ഇത് ചെയ്യുന്നതാണ്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഇമോഷണലി സ്റ്റേബിൾ ആക്കാനും ഒക്കെ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. We talk to ourselves or have conversation with others in our head. നമ്മളിൽ തന്നെ മറ്റൊരാളെ ഇമാജിൻ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. It's also referred to as inner speech, self talk, inner discourse and inner experience തുടങ്ങിയ ടേംസിലൊക്കെ ഇൻട്രാപേഴ്സണൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫർ ചെയ്യാറുണ്ട്. Then next is interpersonal verbal communication. Interpersonal verbal communication occurs within the persons. അതായത് involves two parties. One is speaking and others listening. Speaking to one with a friend or colleagues is type of interpersonal verbal communication. നമ്മൾ ഒരാൾ സംസാരിക്കുന്നത് ലിസൺ ചെയ്ത് അദ്ദേഹത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെയാണ് ഇന്റർപേഴ്സണൽ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ പാർട്ടായി വരുന്നത്. Then third is group verbal communication. Group verbal communication occurs where more than 3 people are involved in a conversation. മൂന്നിൽ കൂടുതലധികം ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഗ്രൂപ്പ് വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. There may be more people this time, but the same rules apply as the interpersonal communication. നമ്മൾ സെൻഡർ സ്പീക്ക് ചെയ്യുന്നത് കേട്ട് വേണം ലിസണേഴ്സ് ആയിട്ടുള്ള ബാക്കി എല്ലാവരും ഇന്ററാക്ട് ചെയ്യാൻ. ആ ഒരു ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാർക്കും ഇന്ററപ്റ്റ് ചെയ്യാനുള്ളതും സംസാരിക്കാനും അവർ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ലിസൺ ചെയ്ത്, അതായത് സ്പീക്കർ എന്നുള്ളുമ്പോൾ ഓരോ ആളുടെയും സ്പീക്കർ ലിസണിങ് ക്യാരക്ടേഴ്സ് മാറാറുണ്ട്. അതൊക്കെ വരുന്നതും എല്ലാം ഗ്രൂപ്പ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് ഈസ് മാസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ടി വിയിലൊക്കെ ഒരാൾ ഒരു അവാർഡ് ഷോയ്ക്കോ അല്ലെങ്കിൽ ഒരു പാർട്ടി പൊതു പരിപാടികൾക്കോ ഒക്കെ ഒരാൾ ഒരു കൂട്ടം ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് മാസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ. ഇപ്പം ടി വി ഷോസിൽ അതേപോലെ തന്നെ പോഡ്കാസ്റ്റ് മെസ്സേജസിലൊക്കെ ഒരേ ടൈം ഒന്നിലധികം ആൾക്കാർ, ഒരു മാസ് ഓഡിയൻസ് ഒരാളുടെ സൗണ്ട് ഹിയർ ചെയ്യുന്നതാണ് മാസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മാസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്പീക്കേഴ്സ് who work as a team to share views and ideas with their audience. ഓഡിയൻസുമായി തങ്ങളുടെ ഐഡിയകളും മറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് മാസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഷോർട്ടായിട്ട് നമുക്ക് പറയാം. വെർബൽ കമ്മ്യൂണിക്കേഷന്റെ തന്നെ ഒരു ടൈപ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാറ്റഗറൈസേഷനായി നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷനെയും ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. കാരണം സോഷ്യൽ മീഡിയയുടെ കാലത്തൊക്കെ നമ്മൾക്ക് പറയാനുള്ളതാണ് നമ്മൾ മറ്റൊരാളിലേക്ക് വാട്സപ്പ് ത്രൂ ഓർ ഇൻസ്റ്റഗ്രാം മെസ്സേജസ് ത്രൂ ഒക്കെ മെസ്സഞ്ചർ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത് അല്ലെ. റിട്ടൺ ഫോർമാറ്റിൽ നമ്മൾക്ക് പറയാനുള്ളതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. അപ്പം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഓൾസോ എ പാർട്ട് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ nowadays. Written words are used in written communication. അതായത് പെർഫോം ചെയ്യുന്നത് എപ്പോഴും എനി ടൈപ്പ് ഓഫ് റിട്ടൺ ഡോക്യുമെന്റ്സ്, റിട്ടൺ വേർഡ്സിൽ, റിട്ടൺ ഫോർമാറ്റിലാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എല്ലായ്പ്പോഴും സാധ്യമാകുന്നത്. ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ റിട്ടൺ ലാംഗ്വേജ്, സൈൻസ്, സിംബൽസ് എക്സെട്ര. പലപ്പോഴും നമ്മൾക്ക് ഹാപ്പി ആണ് എന്നറിയാൻ നമ്മളൊരു ഇമോജി ഒക്കെ അയക്കാറുണ്ട് അല്ലെ. വാട്സപ്പിൽ കൂടിയൊക്കെയും നമുക്ക് ഏറ്റവും ഫെമിലിയർ ആവുന്നത് കൊണ്ടാണ് വാട്സപ്പിനെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ഇമോജീസ്, നമുക്ക് ഇഷ്ടമുള്ള ഇമോജീസ് ഒക്കെ ഒരു പക്ഷേ നമ്മൾ പറയുന്ന വേർഡ്സിനേക്കാളും മനസ്സിലാക്കാൻ, അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ
നമ്മൾ അയക്കാറുണ്ട് അല്ലേ? Then messages can be transmitted by email, letter, report, memo, etc. and social media conversation are always written communication. Written communication is the process of communication in which message or information is exchanged or communicated within sender and receiver through written form, and it is influenced by written language, signs, symbols, etc. Vocabulary, grammar, writing style, precision, clarity of the language are etc. influences the message which are sent by the receiver. നമ്മൾ സെൻഡർ, അതായത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആളുടെ വൊക്കാബുലറി, ഗ്രാമർ, റൈറ്റിംഗ് സ്റ്റൈൽ എന്നിവയെല്ലാം അനുസരിച്ചാണ് അതിൻ്റെ ഫീഡ്ബാക്ക് പലപ്പോഴും കിട്ടാറുള്ളത്. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. മെസ്സേജസ് ക്യാൻ ബി റിവൈസ്ഡ് ആൻഡ് എഡിറ്റഡ് മെനി ടൈംസ് ബിഫോർ ബീയിങ് സെൻഡ്, ദാസ് ദർ ഈസ് ലെസ് ചാൻസ് ഓഫ് എറർ. നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് പോലെയല്ല, എഴുതുന്ന മെസ്സേജുകളെ നമുക്ക് പലപ്പോഴും എഡിറ്റ് ചെയ്യാനും മൾട്ടിപ്പിൾ ടൈംസ് എഡിറ്റ് ചെയ്യാനും അതിനെ റിവിഷൻ നടത്താനും സാധിക്കും. അതുകൊണ്ട് തന്നെ തെറ്റ് കുറവാകാൻ ചാൻസ് ഉണ്ട്. പ്രൊവൈഡ്സ് റെക്കോർഡ് ഫോർ എവരി മെസ്സേജ് സെൻഡ് ആൻഡ് ക്യാൻ ബി സേവ്ഡ് ഫോർ ലേറ്റർ സ്റ്റഡി. നമുക്ക് അതിനൊരു ഡോക്യുമെന്റേഷൻ സാധ്യത കാണാം. റിട്ടേൺ മെസ്സേജ് എനേബിൾ റിസീവർ ടു ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അത് റിസീവർക്ക് മനസ്സിലാകുന്നതിനെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ദെൻ റിട്ടേൺ മെസ്സേജസ് സെൻഡ് അപ്രോപ്രിയേറ്റ് ഫീഡ്ബാക്ക്. അപ്പം നമുക്ക് ഒരു അപ്രോപ്രിയേറ്റ് ഫീഡ്ബാക്ക്, അതൊരു ഡോക്യുമെന്റേഷൻ ടൈപ്പിൽ അപ്രോപ്രിയേറ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നതിനും റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആവാറുണ്ട്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നോട്ട് ബ്രിങ്ങിങ് ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക്. ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നില്ല. ടേക്സ് മോർ ടൈം ഇൻ കമ്പോസിങ് എ റിട്ടേൺ മെസ്സേജ്. കുറച്ചധികം ടൈം എടുക്കുന്നു. അതേപോലെ തന്നെ നോട്ട് എവരി വൺ ഈസ് ഗുഡ് അറ്റ് റൈറ്റിംഗ് എന്നിവ റിട്ടേൺ കമ്മ്യൂണിക്കേഷന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓറൽ കമ്മ്യൂണിക്കേഷന്റെ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് ആയ ഓറൽ കമ്മ്യൂണിക്കേഷനെയും റിട്ടൺ കമ്മ്യൂണിക്കേഷനെയും ഫെമിലിയർ ആയിട്ടുണ്ട്. ഈ ഒരു പാഠഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ഉള്ള ചോദ്യങ്ങൾ, പലപ്പോഴും ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഒക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻഡെപ്ത് ആയിട്ട് തന്നെ ഈ ഒരു പാഠഭാഗം പഠിക്കുക. നമുക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇത് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് മീറ്റ് ചെയ്യാം.